ഹലോ ഗായ്സ്, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. എൻ്റെ സ്വന്തം നാട്ടിലുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ ഇന്ന് പോണത്. അപ്പോൾ ഏതാ സ്ഥലം എന്നുള്ളത് കണ്ടാലോ? ഇന്ന് വന്നിട്ടുള്ളത് OV വിജയൻ സ്മാരകം സ്ഥിതി ചെയ്യുന്ന തസ്രാക്കിലോട്ടാണ്. ഈ സ്ഥലം പാലക്കാട് ജില്ലയിലുള്ള കുറേ പേർക്ക് അറിയായിരിക്കാം, കുറേ പേര് വന്നിട്ടുണ്ടാവും. ഇതിനുള്ളിൽ കയറാനുള്ള ടിക്കറ്റിന്റെ ചാർജ് 20 റുപ്പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ. വൈകുന്നേരങ്ങളിലും രാവിലെയൊക്കെ കുറേ ആൾക്കാരുണ്ടാവും. ഞാൻ ഉച്ചക്കാണ് വരിക. ഉച്ചക്ക് വന്ന് ഇവിടെ ആരും ഉണ്ടാകാറില്ല. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പുരോഗമിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് നല്ലോണം മാറ്റിയിട്ടുണ്ട്, എല്ലാം അടിപൊളി ആക്കിയിട്ടുണ്ട്. പാലക്കാട് ഡിസ്ട്രിക്റ്റ് അല്ലാത്ത വേറെ ഡിസ്ട്രിക്റ്റിലുള്ള ആൾക്കാരൊക്കെ പാലക്കാട് വിസിറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ഇവിടെയും വന്നിട്ട് പോകാറുണ്ട്. റീസെന്റ് ഡേയ്സ് ആയിട്ട് ഞാൻ ഇവിടെ പെർട്ടിക്കുലർ ആയിട്ട് വരുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് ഇവിടേക്ക്. ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ട് പോയതാ, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇവിടെ വരാറുണ്ട് കേട്ടോ. എൻ്റെ ക്ലോത്തിങ് പേജിന് വേണ്ടിയിട്ടുള്ള ഷൂട്ട് കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ നിന്നാണ് ചെയ്യാറുള്ളത്. OV വിജയൻ എന്ന് പറയുന്ന വ്യക്തി അത്രയും ഫേമസ് ആയിട്ടുള്ള ആളാണ്, അത്രയും കൃതികൾ എഴുതിയിട്ടുള്ള ആളാണ്. പുള്ളിയെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല, അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്. ഇതാണ് കേട്ടോ ആ വ്യക്തി. ഇവിടെ ഈ ശില്പം ഒന്നും മുന്നേ ഉണ്ടായിരുന്നില്ല, അതിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇതിന്റെ ബാക്ക് സൈഡ് മൊത്തം നമുക്ക് ഈ വയലുകളും പ്രകൃതി ഭംഗി ഇങ്ങനെ ആസ്വദിച്ചിരിക്കാൻ പറ്റും. എന്തിനാ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുള്ളത് എനിക്ക് അറിയൂല. എനിക്ക് ഇവിടെ വന്നിരിക്കുമ്പോൾ ഭയങ്കര സമാധാനമാണ്. ഞാൻ ഇവിടെ വരുന്ന ദിവസമൊക്കെ ഇവിടെ വേറെ 2-3 ആൾക്കാരെ കാണാറുണ്ട്. അവർ കഥകളും പാടാൻ വേണ്ടിയിട്ടൊക്കെ കുറേ ആൾക്കാർ അവിടെ വന്നിരിക്കാറുണ്ട്. അത് മാത്രമല്ല, നമുക്ക് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ സമാധാനത്തിൽ ഷൂട്ട് ചെയ്യാം. ആരും നമ്മളെ ബുദ്ധിമുട്ടിക്കാനോ ഒന്നും പറയാനും വരൂല. പിന്നെ ഇവിടെ 1-2 ഭാഗത്തൊക്കെ പെയിന്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹെൽത്ത് ഭയങ്കര വീക്കായിന്ന്. അതെ, ഹെൽത്ത് ഭയങ്കര വീക്കായി. ഇൻഷാല്ലാ എല്ലാം ശരിയാവും. OV വിജയന്റെ ലൈവ് തിയേറ്റർ ഒക്കെ ഞാൻ മുന്നേ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം അതിൻ്റെ ഉള്ളിൽ പണി നടക്കുകയാണ്, അതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റൂല. അതൊക്കെ വേറൊരു ഭാഗത്തേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തായാലും അവിടെ പോയി നോക്കാം. OV വിജയന്റെ കൃതികളെക്കുറിച്ചും അതിന്റെ പുസ്തകങ്ങളെക്കുറിച്ചും നോക്കാൻ വേണ്ടി ഞാൻ വേറൊരു ബിൽഡിങ്ങിന്റെ മേൽ സെക്ഷനിലോട്ട് പോവാണ്. ഖസാക്കിന്റെ ഇതിഹാസം എന്നൊന്നും കേൾക്കാത്ത ആരും ഉണ്ടാവില്ല, എല്ലാവർക്കും കേട്ടിട്ടുണ്ടാവും. ആദ്യം ഇവിടെ ആയിരുന്നില്ല, എല്ലാം താഴ്ഭാഗത്തായിരുന്നു. ഇപ്പൊ അവരെല്ലാം ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ് മേലോട്ട്. കയറിയതും ഈ അറ മൊത്തം OV വിജയന്റെ കൃതികളും ഫോട്ടോസുകളാണ്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അതിനു മുന്നേ ഞാൻ ഒരു സ്ഥലം കാണിച്ചു തരാം. ഈ സ്ഥലമാണ് നമ്മൾ താഴ്ഭാഗത്ത് നിന്ന് ഷൂട്ട് ചെയ്തത് കേട്ടോ. ഇവിടെ നിന്ന് നോക്കിയാൽ ആ താഴ്ഭാഗം മൊത്തം കാണാൻ പറ്റും. ഇനി ഒരു കവിതയിലൂടെ ഈ ഫോട്ടോസ് മൊത്തം കണ്ടാലോ?